ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നാം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +2 അക്കൗണ്ടൻസിയുടെ മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇന്ന് നാം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അക്കൗണ്ടൻസി വിത്ത് AFS എന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ എല്ലാവരുടെ കയ്യിലും ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടെന്ന് കരുതുന്നു. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ട്സ് പഠിക്കുന്ന വിദ്യാർത്ഥികളും ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് സോൾവ് ചെയ്ത് പോകണം. അതേപോലെ AFS പഠിക്കുന്ന വിദ്യാർത്ഥികളും എന്ത് ചെയ്യണം, അക്കൗണ്ടൻസി വിത്ത് AFSൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ പാർട്ട് A നോക്കണം. ഓക്കെ, പാർട്ട് ബി മാത്രമേ എന്ത് ചെയ്യുള്ളൂ, വ്യത്യാസം വരുന്നുള്ളൂ. പാർട്ട് A രണ്ട് കൂട്ടർക്കും സെയിം ആണ്. ക്വസ്റ്റ്യൻ വേറെ വേറെ ക്വസ്റ്റ്യൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതായാലും ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അക്കൗണ്ടൻസി വിത്ത് AFSൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അടുത്ത ക്ലാസ്സിലായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ട്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും കൂടി ഡിസ്കസ് ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. പാർട്ട് A, ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് എ നോൺ ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ കൺസിസ്റ്റ് ഓഫ് ഡാഷ് എന്നാണ് തന്നിട്ടുള്ളത്. സ്ക്രീനിൽ നോക്കുക ക്വസ്റ്റ്യൻ. മലയാളം പറയുകയാണെങ്കിൽ ലാഭം ആഗ്രഹിക്കാത്ത സ്ഥാപനങ്ങളുടെ സാമ്പത്തിക സ്റ്റേറ്റ്മെൻറ്റുകളിൽ ഉൾപ്പെടുന്നവയാണ് ഡാഷ് എന്നാണ് ചോദ്യം. അപ്പോൾ 4 ഓപ്ഷൻ കാണാം. റെസീവ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, ഡി ഓൾ ഓഫ് ദിസ്. അപ്പോൾ നമ്മുടെ ആൻസർ എന്തായിരിക്കും? ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ഇൻകം ആൻഡ് റെസീവ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. ഇത് മൂന്നും ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ എന്താണ്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. അതുകൊണ്ട് ഇതിൻ്റെ ആൻസർ ഓൾ ഓഫ് ദിസ് എന്നായിരിക്കും ഇതിൻ്റെ ആൻസർ. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. ദ മിനിമം നമ്പർ ഓഫ് പേഴ്സൺ റിക്വയർഡ് ടു ഫോം എ പാർട്ണർഷിപ്പ് ഫേം ഈസ് ഡാഷ്. അതായത് ഒരു പങ്കാളിത്ത സ്ഥാപനം രൂപീകരിക്കുവാൻ ഏറ്റവും ചുരുങ്ങിയത് ഡാഷ് അംഗങ്ങൾ ഉണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ മിനിമം പേഴ്സൺ എത്രയാണ്? 2 പേരാണ്. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു പാർട്ണർഷിപ്പ് ബിസിനസ് തുടങ്ങണമെങ്കിൽ മിനിമം 2 പേരാണ്. ഒരു പബ്ലിക് കമ്പനി തുടങ്ങണമെങ്കിൽ മിനിമം 7 പേഴ്സൺ ആണ്. ആ കാര്യം മറന്നു പോകരുത്. 7 പേഴ്സൺ ആണ് ഒരു പബ്ലിക് കമ്പനി ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് മിനിമം ആവശ്യമായിട്ടുള്ള മെമ്പേഴ്സ്. നെക്സ്റ്റ്, ദ എമൗണ്ട് ഓഫ് ഗുഡ് വിൽ ബ്രോട്ട് ഇൻ ബൈ എ ന്യൂ പാർട്ണർ ഈസ് ഡിവൈഡഡ് എമംഗ് ഓൾ പാർട്ട്നേഴ്സ് ഇൻ ഡാഷ് എന്നാണ് ചോദ്യം. ഒരു പുതിയ പങ്കാളി സൽപ്പേരിൻ്റെ ഭാഗമായി കൊണ്ടുവരുന്ന തുക, അതായത് ഒരു പുതിയ പാർട്ണർ കൊണ്ടുവരുന്ന ഗുഡ് വിൽ എമൗണ്ട് ഓൾഡ് പാർട്ട്നേഴ്സ് ഡാഷ് അനുപാതത്തിലാണ് വീതിച്ചെടുക്കേണ്ടത് എന്നുള്ളതാണ് ചോദ്യം. അപ്പം ഇവിടെ സാക്രിഫൈസിങ് റേഷ്യോ ആണ് ഉത്തരമായിട്ട് വരുന്നത്. സാക്രിഫൈസിങ് റേഷ്യോ എന്താ? സാക്രിഫൈസിങ് റേഷ്യോ എന്ന് പറഞ്ഞാൽ സാക്രിഫൈസിങ് റേഷ്യോയ്ക്ക് ഒരു ഉപയോഗം മാത്രമേ ഉള്ളൂ. ഇൻകമിങ് പാർട്ണർ കൊണ്ടുവന്നിട്ടുള്ള അല്ലെങ്കിൽ അഡ്മിറ്റഡ് പാർട്ണർ അല്ലെങ്കിൽ ന്യൂ പാർട്ണർ കൊണ്ടുവന്നിട്ടുള്ള പ്രീമിയം ഓൾഡ് പാർട്ട്നേഴ്സിനിടയിൽ വീതിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് എന്തുപയോഗിക്കുന്നത്? സാക്രിഫൈസിങ് റേഷ്യോ ഉപയോഗിക്കുന്നത്. അടുത്ത എക്സാമിനും അതേപോലുള്ള ചോദ്യങ്ങൾ വരും. 4ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. കംപ്ലീറ്റ് ദ ഫോളോവിങ് ഇക്വേഷൻ. താഴെ പറയുന്ന ഇക്വേഷൻ എന്ത് ചെയ്യുക? കംപ്ലീറ്റ് ചെയ്യുക. ഗെയിനിങ് റേഷ്യോ സമം ഗെയിനിങ് റേഷ്യോ ഈസ് ഈക്വൽ ടു ന്യൂ ഷെയർ ഓഫ് പ്രോഫിറ്റ് മൈനസ് ഡാഷ് എന്നാണ്. 4 ഓപ്ഷൻ കാണാം. ഓൾഡ് ഷെയർ, ഹാഫ് ഷെയർ, സാക്രിഫൈസിങ് ഷെയർ, നൺ ഓഫ് ദിസ്. അപ്പോൾ എന്താണ്? ഓൾഡ് ഷെയർ ആണ്. നമുക്കറിയാം ഗെയിനിങ് റേഷ്യോ ഈസ് ഈക്വൽ ടു ന്യൂ റേഷ്യോ മൈനസ് ഓൾഡ് റേഷ്യോ എന്നാണ്. അടുത്ത ചോദ്യം, 5ാമത്തെ ചോദ്യം 2 മാർക്കിനുള്ള ചോദ്യമാണ്. സ്റ്റേറ്റ് എനി 2 ഫീച്ചേഴ്സ് ഓഫ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. അതായത് ഒരു 2 സ്വഭാവ സവിശേഷതകൾ, നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ 2 സ്വഭാവ സവിശേഷതകൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇറ്റ് ഈസ് നമുക്ക് പറയാം സച്ച് ഓർഗനൈസേഷൻസ് ആർ ഫോംഡ് വിത്തൗട്ട് ഇൻറ്റൻഷൻ ഓഫ് മേക്കിംഗ് പ്രോഫിറ്റ്. ലാഭം ആഗ്രഹിക്കാത്ത സ്ഥാപനങ്ങളാണെന്ന് പറയാം. ലാഭം ആഗ്രഹിക്കാതെ രൂപീകരിച്ചിട്ടുള്ള സ്ഥാപനങ്ങളാണെന്ത്? നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. പിന്നെ വേണമെങ്കിൽ പറയാം ഇറ്റ് ഈസ് ഫോംഡ് ആസ് എ ട്രസ്റ്റ്. ഇത് രൂപീകരിച്ചിട്ടുള്ള ട്രസ്റ്റ് എന്നുള്ള രീതിയിലായിരിക്കാം. അപ്പോൾ 2 ഫീച്ചേഴ്സ് പറഞ്ഞിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് മുമ്പത്തെ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് ഒന്ന് കാണുക. അപ്പോൾ ഈ 2 ഞാൻ പറഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ളത് നിങ്ങൾ കാണുക. നെക്സ്റ്റ് 6ാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. രാജി, എ പാർട്ണർ ഹൂ വിഡ്രോസ് ₹2,000 ഈച്ച് ഫ്രം ദി ഫേം at the beginning of every month, calculate interest on drawings at 10% per annum of Reggie for the financial year. അതായത് ചോദ്യം ഇതാണ്. 2000 രൂപ വീതം രാജി എന്ന പങ്കാളി തൻ്റെ പങ്കാളിത്ത സ്ഥാപനത്തിൽ നിന്നും എല്ലാ മാസങ്ങളിലും ആരംഭത്തിൽ പിൻവലിക്കുന്നു. എല്ലാ മാസവും ഫസ്റ്റ് ഡേ ഓഫ് എവരി മന്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? 2000 രൂപ പിൻവലിക്കുന്നുണ്ട്. 10% പലിശ നിരക്കിൽ രാജിയുടെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എത്ര എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ബോർഡിൽ നിന്ന് ശ്രദ്ധിക്കുക. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ ആദ്യം എന്ത് ചെയ്യണം? ടോട്ടൽ ഡ്രോയിങ്സ് നോക്കണം. ടോട്ടൽ ഡ്രോയിങ്സ് പറഞ്ഞാൽ മാസത്തിൽ എത്ര രൂപയാണ്? 2000 രൂപയാണ് പിൻവലിക്കുന്നത്. അപ്പോൾ 2000 × 12 എന്ന് വരും. അപ്പോൾ ടോട്ടൽ ഡ്രോയിങ്സ് 2000 × 12 എത്ര വരും? 24,000 വരും. അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും? ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് സമം 24,000 ×
എത്ര ശതമാനം? 10% ഇൻറ്റു ആവറേജ് മന്ത് നോക്കണം. ഇവിടെ ആവറേജ് മന്ത് എന്താണ്? ഫസ്റ്റ് ഡേ ഓഫ് എവരി മന്ത് ആണെങ്കിൽ 6.5 ബൈ 12. അപ്പോൾ ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് ഡേ ഓഫ് എവരി മന്ത് ആണെങ്കിൽ 6.5, മിഡിൽ ഡേ ഓഫ് എവരി മന്ത് ആണെങ്കിൽ 6, ലാസ്റ്റ് ഡേ ഓഫ് എവരി മന്ത് ആണെങ്കിൽ 5.5. ഇത് എവരി മന്തിൻ്റെ കേസിൽ. ഇനി ക്വാർട്ടറിൻ്റെ കേസിനും കൂടി പറയാം. അടുത്ത എക്സാമിന് ചിലപ്പോൾ ക്വാർട്ടറിൻ്റെ കേസിൽ ചോദിച്ചേക്കാം. ഫസ്റ്റ് ഡേ ഓഫ് വെരി ക്വാർട്ടർ ആണെങ്കിൽ 7.5, ലാസ്റ്റ് ഡേ ഓഫ് വെരി ക്വാർട്ടർ ആണെങ്കിൽ 4.5, മിഡിൽ ഡേ ഓഫ് വെരി ക്വാർട്ടർ ആണെങ്കിൽ 6. ഓക്കെ, മിഡിൽ ഡേ ആണെങ്കിൽ എപ്പോഴും എന്താണ്? 6 ആണ്. ക്വാർട്ടർ ആകുമ്പോൾ ഇവിടെ 12 കൊണ്ടല്ല ഗുണിക്കേണ്ടത്, 4 കൊണ്ടാണ് ഗുണിക്കേണ്ടത്. കാരണം ക്വാർട്ടറിൽ 3 മാസം കൂടുമ്പോഴാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഗുണിക്കേണ്ടത് 4 കൊണ്ടാണ് ഗുണിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ആൻസർ വരും 1300, ഏകദേശം 1300 എന്നായിരിക്കും ആൻസർ വരിക. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. ലിസ്റ്റ് ഔട്ട് എനി 2 വേസ് ഓഫ് ഡിസൊല്യൂഷൻ ഓഫ് എഫ്. ഒരു പങ്കാളിത്ത സ്ഥാപനം പിരിച്ചുവിടുന്നതിനുള്ള ഏതെങ്കിലും 2 മാർഗ്ഗങ്ങൾ എഴുതുക. ഇഷ്ടംപോലെ നമുക്ക് പറയാനുണ്ട്. അതിലൊന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം ഡിസൊല്യൂഷൻ ബൈ കോർട്ട്, മറ്റൊന്ന് ഡിസൊല്യൂഷൻ ബൈ നോട്ടീസ്, മറ്റൊന്ന് ഡിസൊല്യൂഷൻ ബൈ അഗ്രിമെൻറ്റ്, കമ്പൾസറി ഡിസൊല്യൂഷൻ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? എഴുതാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. 3 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആണ്. സ്റ്റേറ്റ് എനി 3 ഫീച്ചേഴ്സ് ഓഫ് റെസിസ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട്. റെസിസ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൻ്റെ ഏതെങ്കിലും 3 പ്രത്യേകതകൾ എഴുതുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇറ്റ് ഈസ് എ സമ്മറി ഓഫ് ക്യാഷ് ബുക്ക് എന്ന് വേണമെങ്കിൽ എഴുതാം. ഒന്ന്, ഇറ്റ് ഈസ് എ സമ്മറി ഓഫ് ക്യാഷ് ബുക്ക്, ക്യാഷ് ബുക്കിൻ്റെ ഒരു സമ്മറിയാണ് എന്ന് വേണമെങ്കിൽ പറയാം. മറ്റു നമുക്ക് പറയാം ഇറ്റ് ഈസ് എ റിയൽ അക്കൗണ്ട്, ഇതൊരു റിയൽ അക്കൗണ്ടാണെന്ന് വേണമെങ്കിൽ പറയാം. ഇസ് റെക്കോർഡ് ബോത്ത് റവന്യൂ ആൻഡ് ക്യാപിറ്റൽ റെസീപ്റ്റ്സ്. ക്യാപിറ്റൽ റെസീപ്റ്റ്സും റവന്യൂ റെസീപ്റ്റ്സും ഇവിടെ രേഖപ്പെടുത്തുന്നുണ്ട്, അല്ലെങ്കിൽ ക്യാപിറ്റൽ ഐറ്റംസും റവന്യൂ ഐറ്റംസും ഇവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. പിന്നീട് നമുക്ക് പറയാം ഇതിൻ്റെ ഡെബിറ്റ് സൈഡ് എന്ന് പറയുന്നത് എന്താണ്? റെസീപ്റ്റ്സ് ആണ്. അതുപോലെ ക്രെഡിറ്റ് സൈഡ് എന്ന് പറയുന്നത് പേയ്മെൻറ്റ്സ് ആണ്. ഇറ്റ് സ്റ്റാർട്ട് വിത്ത് ക്യാഷ് ഓർ ബാങ്ക് ബാലൻസ്, അല്ലെങ്കിൽ ക്യാഷ് ആൻഡ് ബാങ്ക് ബാലൻസ് വെച്ചിട്ടായിരിക്കാം. ഓക്കെ, ഇതൊക്കെ നമുക്ക് ഫീച്ചേഴ്സായിട്ട് എണ്ണാവുന്നതാണ്. നെക്സ്റ്റ് നോക്കുക. 10ാമത്തെ ക്വസ്റ്റ്യൻ. ദീപ, ബിൻസി, നീത ആർ പാർട്ട്നേഴ്സ് ഷെയറിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസസ് ഇൻ ദ റേഷ്യോ ഓഫ് 2:1:2. ബിൻസി റിട്ടേഴ്സ് ഫ്രം ദി ഫേം കാൽക്കുലേറ്റ് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്നാണ്. ഇത് ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ദീപ, ഞാൻ ഡി നോട്ട് ചെയ്തു, ബിൻസി, അതുപോലെ നീത, ഇവർ 3 ആൾക്കാരും പാർട്ട്നേഴ്സാണ്. 2:1:2 എന്താണ്? 2 എന്നാണ് ഇതിൻ്റെ ഇവരുടെ റേഷ്യോ. ബി എന്ന് പറയുന്ന ആൾ, അതായത് ബി എന്ന് പറഞ്ഞാൽ ബിൻസി എന്ത് ചെയ്തു? റിട്ടയർ ചെയ്തു. ഇവരുടെ റേഷ്യോ എന്താണെന്നുള്ളതാണ് ചോദ്യം. 3 മാർക്കിനാണ്. അപ്പോൾ ബാക്കി ആരവിടെ അവശേഷിക്കുന്നത്? ഇവർ രണ്ടാളാണ്. അപ്പോൾ ഇവർ തമ്മിലുള്ള സാക്രിഫൈസ് ന്യൂ റേഷ്യോ അതുപോലെ ഗെയിനിങ് റേഷ്യോ എന്തായിരിക്കും? 2:2 ഓർ 1:1 എന്നായിരിക്കും ഉത്തരം. ഓക്കെ, വളരെ സിമ്പിളായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു 3 മാർക്കിനുള്ള. അടുത്ത ചോദ്യം നോക്കാം. 4 മാർക്കിനുള്ളതാണ്. ജയൻ എ പാർട്ണർ ഹൂ വിഡ്രോസ് ₹3,000 ഫ്രം ദി ഫേം അറ്റ് ലാസ്റ്റ് ഡേ ഓഫ് എവറി മന്ത് ഡ്യൂറിങ് ദി ഇയർ. കാൽക്കുലേറ്റ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അറ്റ് 5% per annum ഓഫ് ജയൻ ആൻഡ് പാസ് ജേണൽ എൻട്രി ഫോർ ദിസ് ട്രാൻസാക്ഷൻ. അപ്പോൾ 2 ക്വസ്റ്റ്യൻ ആണ്. ജയൻ എന്ന് പറയുന്ന ആൾ പാർട്ണറാണ്. അയാൾ 3000 രൂപ ലാസ്റ്റ് ഡേ ഓഫ് എവരി മന്തിൽ അയാൾ എന്ത് ചെയ്യുന്നുണ്ട്? പിൻവലിക്കുന്നുണ്ട്. 5% ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത്? ലാസ്റ്റ് ഡേ ഓഫ് എവരി മന്ത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, ഫസ്റ്റ് ഡേ ഓഫ് എവരി മന്ത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 2 സ്റ്റെപ്പാണ് ഇവിടെ ഉണ്ടാവുക. ടോട്ടൽ ഡ്രോയിങ്സ് ആദ്യം നമ്മൾ എന്ത് ചെയ്യും? ടോട്ടൽ ഡ്രോയിങ്സ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇയാൾ വിഡ്രോ ചെയ്യുന്ന എത്ര രൂപയാണ് നോക്കുക? 3000 ആണ്. 3000 × 12 എത്ര വരും? 36,000 വരും. അടുത്ത സ്റ്റെപ്പ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. 36,000 എത്ര ശതമാനം നോക്കുക? 5% എന്ന് ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്. അപ്പോൾ 5/100 ഇൻറ്റു ലാസ്റ്റ് ഡേ ഓഫ് വരുമ്പോൾ എന്താണെങ്കിൽ ഞാൻ പറഞ്ഞു 5.5 5.5/12. അപ്പോൾ കാൽക്കുലേറ്ററിൽ അടിച്ചു നോക്കുക, അതായിരിക്കും നിങ്ങളെ ആൻസറായിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടും ആൻസർ 825 എന്ന് കിട്ടും. ആൻസർ 825 825 എന്ന് കിട്ടും. ഇനി ഇതിനുള്ള ജേണൽ എൻട്രീസ് ഒന്ന് ശ്രദ്ധിച്ചോ. ജേണൽ എൻട്രീസ് എന്തായിരിക്കും? ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ജേണൽ എൻട്രീസ് ഫസ്റ്റ് എൻട്രി വരുന്നത് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അക്കൗണ്ട് അപ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് 825. ആദ്യം പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ ഇത് കാണിക്കും. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അക്കൗണ്ട് അപ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. നെക്സ്റ്റ്
ജയൻ ക്യാപിറ്റൽ, ജയൻ്റെ ക്യാപിറ്റലാണല്ലോ, ജയൻ ക്യാപിറ്റൽ അക്കൗണ്ട് അപ് ടു ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. അങ്ങനെ 2 എൻട്രി വരുന്നുണ്ട്. ഓക്കെ, ജയൻ ക്യാപിറ്റൽ അക്കൗണ്ട് അപ് ടു ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, അങ്ങനെ 2 എൻട്രി വരുന്നുണ്ട്. 12ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. അനുജ ആൻഡ് മായ ആർ പാർട്ട്നേഴ്സ് ഷെയറിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസസ് ഇൻ ദ റേഷ്യോ ഓഫ് 4:3. ദേ അഡ്മിറ്റ് രജനി ആസ് എ ന്യൂ പാർട്ട്ണർ ഫോർ 2/7 ഷെയർ. കാൽക്കുലേറ്റ് ന്യൂ റേഷ്യോ ആൻഡ് സാക്രിഫൈസിങ് റേഷ്യോ എന്നുള്ളതാണ് ചോദ്യം. അതായത് അനുജ അതുപോലെ മായ ഇവർ രണ്ടാൾക്കാരും പാർട്ട്നേഴ്സാണ്. റേഷ്യോ 4:3 അവരെന്ത് ചെയ്തു, രജനി എന്ന് പറയുന്ന പുതിയ ആളെ 2/7 ഷെയർ കൊടുത്തിട്ട് എന്ത് ചെയ്തു, പാർട്ട്ണറാക്കി. ഇവരുടെ സാക്രിഫൈസിങ് റേഷ്യോ അതുപോലെ ന്യൂ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ 3 ആളുകളാണ് പാർട്ട്ണർമാരായിട്ടുള്ളത്. അനുജ, അതുപോലെ മായ, അതുപോലെ രജനി എന്നുള്ള 3 ആളുകളാണ്. ഇവർ രണ്ടാളും ആദ്യ പാർട്ട്ണർമാരാണ്. ഇയാൾ എന്ത് ചെയ്ത് പുതിയ ആളായിട്ട് വന്നതാണ്. റേഷ്യോ എന്താണ് ശ്രദ്ധിക്കുക, 4:3 ആണ്. ഇവർക്ക് കൊടുക്കുന്നത് 2/7, 2/7 ആണ്. ഓക്കെ, അപ്പോൾ ഇവർക്ക് 2/7 കൊടുത്തു. ബാക്കി ഇനി എത്ര ഉണ്ടാവും? 2/7ൻ്റെ ബാക്കി എത്ര ഉണ്ടാവും? 5/7 ഉണ്ടാവുക. 5/7 അല്ലേ, റിമൈനിങ് ഷെയർ 5/7. അതായത് 7 ഭാഗങ്ങളാണ് ആകെ ഉള്ളത്. അതിൽ 2 ഭാഗം ആർക്ക് പോയി? രജനിക്ക് പോയി. ബാക്കി എത്ര ഭാഗമുണ്ട്? 5 ഭാഗം. അപ്പോൾ 5/7, 5/7 രജനി റിമൈനിങ് ഷെയർ ആണിത്. റിമൈനിങ് ഷെയർ എന്താണ്? 5/7. അങ്ങനെയാണെങ്കിൽ അനുജക്ക് എത്ര കിട്ടും ബാക്കി? അനുജൻ്റെ പുതിയ ഷെയർ എന്തായിരിക്കും? അനുജ ന്യൂ ഷെയർ. അനുജൻ്റെ പുതിയ ഷെയർ എന്തായിരിക്കും? ആകെ 5/7 ഉള്ളത്. 5/7 ഇൻറ്റു ഇതിൻ്റെ 4/7 ഭാഗം ആർക്ക് കിട്ടും? അനുജക്ക് കിട്ടും. 4/7. ഈ 4/7 എങ്ങനെ കിട്ടിയെന്ന് അറിയാമല്ലോ. 4 ആണ് അനുജക്കുള്ളത്. രണ്ടും കൂടി പ്ലസ് ചെയ്തിട്ടാണ് ഡിനോമിനേറ്ററായിട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യുക? നേരിട്ട് ഗുണിക്കുക. 5 4 20, 7 × 7 49. അപ്പോൾ അനുജക്ക് കിട്ടുന്നത് 20/49 ആണ്. ഇനി മായക്ക് ലഭിക്കുന്ന എത്ര നോക്കാം. മായ ന്യൂ ഷെയർ ആകെ നമ്മൾ പറഞ്ഞു 5/7 ആണുള്ളത്. 5/7 ഇൻറ്റു 3 ഇത് രണ്ടും കൂടി കൂട്ടുക 7 ഈസ് ഈക്വൽ ടു 5 ഇൻറ്റു 3 15/49 എന്നാണ്. അപ്പോൾ ന്യൂ ഷെയർ നമുക്ക് എന്ത് ചെയ്യാം? 3 ഇവിടെ എഴുതി നോക്കാം. ന്യൂ ഷെയർ ആദ്യം നമ്മൾ അനുജൻ്റെ എഴുതണം. 20/49 ഈസ് ടു മായൻ്റെ എഴുതുക 15/49, 15/49 ഈസ് ടു പുതിയ ആൾ രജനീൻ്റെ എത്രയാണ്? 2/7. രജനീൻ്റെ 2/7 ആണ്. ഇവർ രണ്ടാളും 49 കിടക്കുന്നത്. അപ്പോൾ ഇവരെന്ത് ചെയ്യണം? 49 അപ്പോൾ മുകളിലും അടിയിലും എന്ത് ചെയ്യുക? 7 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ 20/49 ഈസ് ടു 15/49 ഈസ് ടു 14/49. 49 എന്ത് ചെയ്തു? ക്യാൻസൽ ചെയ്തു. 49s ആർ ക്യാൻസൽഡ്. റിമൈനിങ് ഷെയർ റിമൈനിങ് എന്താ ഉള്ളത്? 20:15:14. അപ്പോൾ ഇതേപോലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതേപോലുള്ള ക്വസ്റ്റ്യൻസ് വരാനുള്ള സാധ്യതയുണ്ട്. ഇനി സാക്രിഫൈസിങ് റേഷ്യോ ചോദിച്ചിട്ടുണ്ട്. സാക്രിഫൈസിങ് റേഷ്യോ ഇവിടെ ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. ഇവിടെ തന്നിട്ടുള്ള റേഷ്യോ തന്നെ ആയിരിക്കും എന്ത്? സാക്രിഫൈസിങ് റേഷ്യോ 4:3 തന്നെ ആയിരിക്കും ഇവരുടെ സാക്രിഫൈസിങ് റേഷ്യോ. അടുത്ത ചോദ്യം നോക്കാം. വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. 13ാമത്തെ ക്വസ്റ്റ്യൻ. എ പാർട്ട്ണർഷിപ്പ് ഫേം ഹാസ് ഏൺഡ് ദ ഫോളോവിങ് നെറ്റ് പ്രോഫിറ്റ് ഫോർ ദ ലാസ്റ്റ് 4 years. കഴിഞ്ഞ 4 വർഷങ്ങളിലുള്ള ഒരു ഫേം നേടിയിട്ടുള്ള പ്രോഫിറ്റാണ് കൊടുത്തിട്ടുള്ളത്. 2015 60,000, 2016 75,000, 2017 85,000, 2018 90,000. 4 വർഷത്തെ പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. ഗുഡ് വിൽ ഓഫ് ദി ഫേം ഈസ് ടു ബി വാല്യൂഡ് അറ്റ് 3 years പർച്ചേസ് ഓഫ് ദി ലാസ്റ്റ് 4 years ഓഫ് ആവറേജ് പ്രോഫിറ്റ്. ഗുഡ് വിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത് 3 years ഓഫ് പർച്ചേസിൻ്റെ കഴിഞ്ഞ 4 വർഷത്തെ ആവറേജ് പ്രോഫിറ്റിൻ്റെ 3 years ഓഫ് പർച്ചേസിലാണ്. കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് ഗുഡ് വിൽ ഓഫ് ദി ഫേം. ഫേമിൻ്റെ ഗുഡ് വിൽ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഗുഡ് വിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യാം? പ്രതീക്ഷിക്കാം. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഇതിന് 2 സ്റ്റെപ്പാണുള്ളത്. ആദ്യം ആവറേജ് പ്രോഫിറ്റ് കാണുക, പിന്നെ ഗുഡ് വിൽ ഈസ് ഈക്വൽ ടു ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു ഇയേഴ്സ് ഓഫ് പർച്ചേസ് കൊണ്ട് ഗുണിക്കുക. ഇവിടെ ഇയേഴ്സ് ഓഫ് പർച്ചേസ് എന്താണ്? 3 ആണ്. അപ്പോൾ ഗുഡ് വിൽ കിട്ടും. ഓക്കെ, അപ്പോൾ നോക്കാം ആവറേജ് പ്രോഫിറ്റ് എങ്ങനെ നോക്കാം. തന്നിട്ടുള്ള പ്രോഫിറ്റ് എല്ലാം തന്നെ കൂട്ടുക. 60,000 പ്ലസ് 75,000 പ്ലസ് അതുപോലെ 85,000 പ്ലസ് അതുപോലെ 90,000 ഓൾ ഡിവൈഡഡ് ബൈ 1 2 3 4 4 കൊണ്ടായിരിക്കുക. 4 വർഷത്തെ പ്രോഫിറ്റ് ആണല്ലോ, 4 കൊണ്ടായിരിക്കുക. അപ്പോൾ ആവറേജ് പ്രോഫിറ്റ് നിങ്ങൾക്ക് കിട്ടും. എത്ര നോക്കുക?
എല്ലാം കൂടിയും കൂട്ടുമ്പോൾ 3,10,000 കിട്ടും. 3,10,000 ബൈ 4. 3,10,000 ബൈ 4 എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? 77,500 കിട്ടും. 77,500. ഒന്നാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു. രണ്ടാമത്തെ സ്റ്റെപ്പ് ഗുഡ് വിൽ സമം ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു ഇയേഴ്സ് ഓഫ് പർച്ചേസ് ആണ്. ഇയേഴ്സ് ഓഫ് പർച്ചേസ്. അപ്പോൾ ആവറേജ് പ്രോഫിറ്റ് 77,500 ഇൻറ്റു ഇയേഴ്സ് ഓഫ് പർച്ചേസ് നമുക്കറിയാം 3. അപ്പോൾ ആൻസറായിട്ട് എത്ര വരും? ആൻസറായിട്ട് 2,32,500 വരും. 2,32,500. അപ്പോൾ ഇതാണ് ആൻസറായിട്ട് വരുന്നത്. ഓക്കെ. 14ാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. അഖില, അനിത ആൻഡ് അഭിജ ആർ പാർട്ട്നേഴ്സ് ഷെയറിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസസ് ഇൻ ദ റേഷ്യോ ഓഫ് 3:2:1. Anida dies on 1st April 2020. From the following information, calculate the amount due to Anida by preparing her capital account. അതായത് അഖില, അനിത, അഭിജ ഇവർ 3 ആളുകൾ എന്തായിരുന്നു? പാർട്ട്നേഴ്സ് ആയിരുന്നു. ഇവിടെ റേഷ്യോ 3:2:1 അനിത എന്ത് ചെയ്തു? 1st April 2020 മരിച്ചു. താഴെ പറയുന്ന ഇൻഫർമേഷൻ ഉപയോഗിച്ചുകൊണ്ട് അവൾക്ക് എത്രയാണ് എമൗണ്ട് കൊടുക്കാനുള്ളതെന്ന് കണ്ടെത്തുക. അതായത് ക്യാപിറ്റൽ അക്കൗണ്ട് തയ്യാറാക്കിക്കൊണ്ട് കണ്ടെത്തുക എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? താഴെയുള്ള ഇൻഫർമേഷൻ നോക്കിയിട്ട് ചെയ്യാം. അനിതാസ് ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് അവിടെ ഉണ്ട്. അപ്പോൾ അതിനെന്ത് ചെയ്യും? ബാലൻസ് ബി ഡി എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുക. ബാലൻസ് ബി ഡി എത്ര ഉണ്ട്? 1 lakh ഉണ്ട്. നെക്സ്റ്റ് ജനറൽ റിസർവ് എന്ത് ചെയ്യണം? അവർക്ക് വീതിച്ചു കൊടുക്കണ്ടേ? ജനറൽ റിസർവ് അനിതൻ്റെ ഷെയർ മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ എത്രയുണ്ട്? ടോട്ടൽ നോക്കുക. 60,000 ആണുള്ളത്. 60,000 ഇൻറ്റു അനിത എന്ന് പറയുന്ന ആൾ 3:2:1 അപ്പോൾ 2 റേഷ്യോ നോക്കുക. 3:2:1 ആദ്യത്തെ ആൾ അഖില, രണ്ടാമത്തെ ആളാണ് ആര്? അനിത. അപ്പം 2/6 വരിക. 2/6 ആണ് വരിക. അപ്പോൾ എത്ര ഉണ്ടാവും നോക്കുക? 20,000 വരും അല്ലേ? 20,000 വരും. നെക്സ്റ്റ് റീവാലുവേഷൻ പ്രോഫിറ്റ് ഉണ്ട്. അപ്പോൾ വീണ്ടും റീവാലുവേഷൻ വരും. ആകെ 30,000 ആണുള്ളത്. 30,000ൻ്റെ 2/6 ആണ് വരിക. 2/6. 30,000ൻ്റെ 2/6 എന്ന് വരുമ്പോൾ 10,000 വരും അല്ലേ? 10,000 വരും. നെക്സ്റ്റ് ഗുഡ് വിൽ ഓഫ് ദി ഫേം ആണ് പറയുന്നത്. അപ്പോൾ ഗുഡ് വിൽ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം? ബ്രാക്കറ്റ് കൊടുക്കും. 72,000 ഇൻറ്റു 2/6. 72,000 ഇൻറ്റു 2/6 ആണ് കൊടുക്കേണ്ടത്. ഇത് കൊടുക്കേണ്ട എമൗണ്ട് എത്രയാണ്? 24,000 ആണ് ഇവിടെ കിട്ടുക. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഗുഡ് വിൽ കൊടുക്കേണ്ടത് മറ്റുള്ള 2 പാർട്ട്ണർമാരാണ്. ആരൊക്കെയാണ് ആ പാർട്ട്ണർമാർ? അഖില ആൻഡ് അഭിജയാണ്. അപ്പോൾ അതുകൊണ്ട് വേണമെങ്കിൽ ബ്രാക്കറ്റിൽ അഖില ആൻഡ് അഭിജ ക്യാപിറ്റൽ അക്കൗണ്ട് എന്നാണ് കൊടുക്കേണ്ടത് കേട്ടോ. അഖില ആൻഡ് അഭിജ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കേണ്ടത്. ഓക്കെ. അപ്പോൾ ഇത്രയാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. ഇത് നമുക്ക് എന്ത് ചെയ്യാം? കൂട്ടാം. 1,20,000 1,30,000 1,54,000 ആണ് വരിക. 1,54,000 നമ്മളെന്ത് ചെയ്യും? ഇവിടെയും 1,54,000 കാണിക്കും. ഇത് നേരെ ആർക്കാണ് പോവുക? അനിതാസ് എക്സിക്യൂട്ടീവ്സ് അക്കൗണ്ടിലേക്കാണ് പോവുക. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അനിതാസ് എക്സിക്യൂട്ടീവ്സ് അക്കൗണ്ട് 1,54,000. ഓക്കെ. അടുത്ത ചോദ്യം നോക്കുക. സ്റ്റേറ്റ് എനി 4 ഡിഫറൻസ് ബിറ്റ്വീൻ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് ആൻഡ് ഡിസൊല്യൂഷൻ ഓഫ് ഫേം. ഡിസൊല്യൂഷൻ ഓഫ് ഫേമും ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. എല്ലാവരും നോക്കുക.
ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്ന് നാം ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കിയുള്ള കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യും പറയും. ഉടനെ തന്നെ വീഡിയോ ഉണ്ടാവും. ഓക്കെ, താങ്ക് യു.